നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്ന ജോഡിയാണ് ജാസിൽ ജാസിയും ആഷിയും. വർഷങ്ങളുടെ പഴക്കം ഇരുവരുടെയും സൗഹൃദത്തിനുണ്ട്. രണ്ടുപേരും പെർഫ്യൂം ബിസിനസ് അടക്കമുള്ളവയുമായി ദുബായിൽ സെറ്റിലാണ്. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് ജാസി എന്ന ജാസിലിന്റെയും പാലക്കാട് ഒലക്കക്കോട് സ്വദേശി ആഷിഖിന്റെയും അസ്ഥയ്ക്ക് പിടിച്ച സൗഹൃദ ജീവിതം ഇരുവരുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനും ഹരമാണ്. ജാസി ഒരു ട്രാൻസ്പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ആഷിക്കൊപ്പമുള്ള ജാസിയുടെ ജീവിതം സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കാറുണ്ട്. വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ഇരുവരുടെയും റീലുകൾക്കും ഫോട്ടോകൾക്കും ലഭിക്കാറുള്ളത്. ജാസി ട്രാൻസ്പേഴ്സൺ ആണെന്ന് വെളിപ്പെടുത്തിയ ശേഷം പരിഹാസങ്ങൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് പറയുകയാണ് ജാസി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഞാൻ മറ്റുള്ള ആളുകളെ പോലെയല്ലെന്ന്. കാരണം ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോടാണല്ലോ അട്രാക്ഷൻ തോന്നേണ്ടത്. ആഷിയെ പരിചയപ്പെടുന്നതിന് മുൻപാണിത്. അതുപോലെ എൻ്റെ നാട്ടിൽ തന്നെ എന്നെ പോലെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇത്തരത്തിൽ തോന്നലുകളുള്ള ഞാൻ മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അതുപോലെ ഒരാളെ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടി. എൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ ഒരാൾ എന്ന സന്തോഷമായിരുന്നു എനിക്ക്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദവും ഉണ്ടായിരുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ടെന്ന് എന്നോട് ആദ്യമായി പറഞ്ഞതെന്ന് ജാസി മനസ്സ് തുറന്നു പറയുന്നു. പങ്കാളിയായ ആഷിയെ തനിക്ക് ലഭിച്ച അനുഗ്രഹമാണെന്നാണ് ജാസി വിശേഷിപ്പിച്ചത്. ആഷിക്ക് സ്ത്രീകളോടാണ് താല്പര്യമെന്ന് എനിക്കറിയാം. അതുപോലെ എന്നെ പോലൊരു ട്രാൻസ് വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലെന്നും എനിക്കറിയാം. കാരണം ആഷിയുടെ പ്രണയ കഥകളും വിവാഹം കഴിച്ച് സെറ്റിലാകാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഇഷ്ടം ഞാൻ പറഞ്ഞില്ല. പിന്നീട് ആഷിയുടെ കല്യാണം ഉടൻ നടക്കുമെന്ന ഘട്ടം വന്നപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇഷ്ടം പറഞ്ഞത്. ഞങ്ങൾ തമ്മിലുള്ള വൈബ് ഒരുപോലെയാണ്. ആഷി ജീവിതത്തിലേക്ക് വന്നത് ഒരു അനുഗ്രഹമാണ്. ആഷി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ മുഖം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കും. എൻ്റെ പഴയ പേര് ജാസിൽ എന്നായിരുന്നു. പണ്ട് മാറ്റി നിർത്തിയ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടെന്നും ജാസി പറയുന്നു. അതേസമയം മതപരമായി കാര്യങ്ങൾ നോക്കി തന്നെയാണ് ജീവിക്കുന്നതെന്നും നിസ്കാരം നോമ്പൊന്നും മുടക്കാറില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പല മതപരമായ വിലയിരുത്തലുകളും ജാസിയുടെ ഈ തുറന്നു പറച്ചിന് പിന്നാലെ നടക്കുന്നുണ്ട്. എല്ലാവരെയും സ്നേഹിക്കാനാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ സൃഷ്ടിയെയും ഹലാലാക്കിയിട്ടാണ് പടച്ചവൻ ഭൂമിയിലേക്ക് വിടുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ശപിക്കപ്പെട്ട വർഗമാണെന്ന് ഒരു കിതാബിലും പറയുന്നില്ല. ഗ്രാൻഡായി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാമ്പത്തിക ഭദ്രത വന്നിട്ട് മാത്രമേ ഞങ്ങളുടെ വിവാഹം ഉണ്ടാകൂ. അതും മുസ്ലിം വെഡിങ് ആയിരിക്കും. ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധയെന്നും ജാസി പറയുന്നു. എന്തായാലും ഇരുവരുടെയും ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്.